Hi my dear friends, hope you are all doing well. ഇന്ന് നമുക്ക് കുശ്വന്ത് സിംഗ് എഴുതിയ ദ മാർക്ക് ഓഫ് വിഷ്ണു എന്ന ഷോർട്ട് സ്റ്റോറി ഡിസ്കസ് ചെയ്യാം. ഇത് 1950 കുശ്വന്ത് സിംഗ് ഈ സ്റ്റോറി പബ്ലിഷ് ചെയ്യുന്നത്. നമുക്കിനി സ്റ്റോറിയിലോട്ട് കടക്കാം. ദിസ് ഈസ് ഫോർ ദ കാലാനാഗ് സെറ്റ് ഗംഗാറാം പോറിംഗ് ദ മിൽക്ക് ഇൻ ടു ദ സോസർ. അപ്പോൾ ഗംഗാറാം പാല് സോസറിലേക്ക് ഒഴിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് കാലാനാഗിനുള്ളതാണ്. എവറി നൈറ്റ് ഐ ലീവ് ഇറ്റ് ഔട്ട്സൈഡ് ദ ഹോൾ നിയർ ദ വാൾ ആൻഡ് ഇറ്റ്സ് ഗോൺ ബൈ ദ മോർണിംഗ്. അപ്പം ഗംഗാറാം പറയുവാണ്, എല്ലാ രാത്രിയിലും ഞാനത് മതിലിനടുത്തുള്ള ആ ദ്വാരത്തിൽ ഹോളിൻ്റെ പുറത്ത് വെക്കാറുണ്ട്. രാവിലെയോടെ അത് പോയിട്ടുണ്ടാവുമെന്ന് വെച്ചാൽ അത് കുടിച്ചിട്ടുണ്ടാകാം. പെർഹാപ്സ് ഇറ്റ് ഈസ് എ ക്യാറ്റ് വി യങ്സ്റ്റേഴ്സ് സജസ്റ്റഡ്. അപ്പം ഞങ്ങൾ ചെറുപ്പക്കാർ കുറച്ച് പേർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, ഒരു പക്ഷേ അത് പൂച്ചയായിരിക്കാൻ കുടിച്ചത്. ക്യാറ്റ് സെഡ് ഗംഗാറാം വിത്ത് കണ്ടം. No cat goes near that hole. Kalanak lives there. As long I gave him milk, he will not bite anyone in this house. You can all go about with bare feet and play where you like. അപ്പം പൂച്ചയോ, അപ്പോൾ ഗംഗാറാം ഒരു അവജ്ഞയോട്, ഒരു കണ്ടം വെച്ചൊരു അവജ്ഞയോട് പറഞ്ഞു, ആ ദ്വാരത്തിൻ്റെ അടുത്തേക്ക് ഒരു പൂച്ചയും പോകത്തില്ല. കാരണം അവിടെ കലാനാഗുണ്ട്. ഞാൻ അവന് പാല് കൊടുക്കുന്നിടത്തോളം ഈ വീട്ടിൽ, എന്നുവെച്ചാൽ ആ സ്നേക്കിന് പാല് കൊടുക്കുന്നിടത്തോളം ഈ വീട്ടിൽ ആരും കടിക്കില്ല. നിങ്ങൾക്ക് ബെയർ ഫീറ്റ് എന്ന് വെച്ചാൽ നഗ്നമായ കാലുകൾ എന്ന് വെച്ചാൽ ചെരുപ്പിടാതെ, അതുപോലെ എവിടെ ഇഷ്ടമുള്ളിടത്ത് എവിടെ വേണമെങ്കിലും കളിക്കാം, പേടിക്കണ്ട എന്നിങ്ങനെ ഗംഗാറാം പിള്ളേരോട് പറയുവാണ്. We were not going to tolerate any patronage from ഗംഗാറാം. പാട്രണേജ് ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരു എൻകറേജ് എന്ന് വെച്ചാൽ ഗംഗാറാമിനെ എൻകറേജ് ചെയ്യാനുള്ള പരിപാടി ഇവർക്ക് ആർക്കും ഇല്ല. കാരണം ഗംഗാറാം ഭയങ്കരമായിട്ടും കലാനാഗിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫുഡ് കൊടുക്കുകയും വെച്ചാൽ പാല് കൊടുക്കുന്നുണ്ട്. അങ്ങനെ. You are a stupid old Brahmin, I said. Don't you know snakes don't drink milk? At least one couldn't drink a saucerful every day. അപ്പം ഇവർ പറയുവാണ്, പാമ്പുകൾ പാൽ കുടിക്കില്ല. നിങ്ങൾക്കറിയില്ലേ, കുറഞ്ഞത് ഒരാൾക്ക് എല്ലാ ദിവസവും ഒരു സോസ് ഫുൾ കുടിക്കാൻ കഴിയില്ല. At least one couldn't drink a saucerful every day. The teacher told us that a snake eats only once in several days. അപ്പോൾ ടീച്ചർ ഞങ്ങൾക്ക് എന്താ പറഞ്ഞത്, സ്നേക്ക് എപ്പോഴെങ്കിലും സെവറൽ ഡേ, അതായത് എപ്പോഴെങ്കിലും ഭക്ഷണം കഴിക്കും, ഒരിക്കൽ മാത്രം, പല ദിവസങ്ങളിൽ ഒരിക്കൽ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ എന്നൊരർത്ഥം. We saw a grass snake which had just swallowed a frog. അപ്പോൾ ഒരു തവളയെ വിഴുങ്ങിയ ഒരു ഗ്രാസ് സ്നേക്കിനെ ഞങ്ങൾ കണ്ടു. It stuck like a lump in its throat and it took several days to dissolve and go down its tail. അപ്പോൾ അത് തൊണ്ടയിൽ, ആ ഫ്രോഗ് തൊണ്ടയിൽ ഒരു മുഴ പോലെ കുടുങ്ങി അത് ഡിസോൾവ് ആയി അല്ലെങ്കിൽ ഡൈജസ്റ്റായി വാലിലിറങ്ങാൻ നിരവധി ദിവസം എടുത്തെന്ന് ഈ പിള്ളേർ പറയുവാണ് ഗംഗാറാമിനോട്. We have got dozen of them in the lab in methylated spirit. അപ്പം ഞങ്ങളുടെ സ്കൂളിലെ ലാബിൽ കെമിക്കൽ മിക്സ്ചർ, അതാണ് മെത്തിലേറ്റഡ് സ്പിരിറ്റ്, ആ ജാറിനകത്തിട്ട് നിറയെ സ്നേക്കിനെ വെച്ചിട്ടുണ്ട്. Why? Last month the teacher bought one from a snake charmer which could run both ways. അപ്പോൾ പിള്ളേർ ഇങ്ങനെ കഥ പറയുവാണ്, കഴിഞ്ഞ ദിവസം ടീച്ചർ ഒരു പാമ്പാട്ടിൽ നിന്ന് ഒരു സ്നേക്കിനെ വാങ്ങിച്ചു, അത് 2 ദിശകളിലേക്കും അതിന് ഓടാൻ കഴിയും. അപ്പോൾ പിള്ളേരുടെ ആയിട്ടുള്ള രീതിയിൽ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. It had another head with a pair of eyes at the tail. അതിൻ്റെ വാലിൽ ഒരു ജോഡി കണ്ണുകളുള്ള മറ്റൊരു തലയുണ്ടായിരുന്നു. You should have seen the fun when it was put in the jar. അപ്പോൾ ഗംഗാറാമിനോട് ഈ പിള്ളേർ പറയുന്നത്, നീ കാണണമായിരുന്നു ആ സ്നേക്കിനെ ആ ജാറിനകത്ത് തൊട്ടിട്ടപ്പോൾ എന്തെല്ലാം ഫൺ എന്നോട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് സംഭവിച്ചെന്ന് കാണണമായിരുന്നു. There wasn't an empty one in their lab, so the teacher put in one which had a Russell wiper. അപ്പോൾ അവരുടെ ലാബിൽ ഒരു എംറ്റി ആയിട്ടുള്ള ഒരു ജാർ ഇല്ലായിരുന്നു. അപ്പോൾ അതിന് ടീച്ചർ എന്താ ചെയ്തത്, ടീച്ചർ അതിനെ റസൽ അണലി ഉണ്ടായിരുന്ന ഒരു ജാറിൽ ഇട്ടു. ഓൾറെഡി ആ ജാറിനകത്ത് റസൽ അണലി ഉണ്ടായിരുന്നു. He caught it 2 ends with a pair of forceps. അപ്പം അതിൻ്റെ 2 അറ്റങ്ങൾ ഒരു ജോഡി ഫോർസെപ്സ് ഉപയോഗിച്ച് പിടിച്ചു. ഫോർസെപ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ശസ്ത്രക്രിയക്കൊക്കെ ഉപയോഗിക്കുന്ന, നമ്മുടെ വീട്ടിൽ സിസർ കത്രിക ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഇമേജിലൊക്കെ കണ്ടിട്ടുണ്ട്, കത്രിക പോലെ തന്നെ. പക്ഷെ നമ്മൾ നമ്മുടെ ശസ്ത്രക്രിയക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല തിന്നായിട്ടുള്ള സിസറില്ലേ, അതിനാണ് ഫോർസെപ്സ് എന്ന് പറയുന്നത്. Dropped it in the jar and quickly put the lid on. അപ്പം ഫോർസെപ്സ് ഉപയോഗിച്ച് ആ സ്നേക്കിനെ ആ ജാറിനകത്ത് ഇട്ടു. അതുപോലെ ക്വിക്ക്ലി put the lid on എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇഡിയമാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ടു കീപ് സംതിങ് അണ്ടർ കൺട്രോൾ, ഒരു കൺട്രോളിൽ വരുത്തുന്നതിനെയാണ്. അതായത് ഇപ്പോൾ ഇവിടെ മീനിങ് പറയുമ്പോൾ അതിനെ ലിഡ് വെച്ച് മൂടി വെച്ചു. There was an absolute storm as it went around and around in the glass, tearing the decayed viper into little pieces. അത് നമ്മൾ ഇമാജിൻ ചെയ്താൽ മതി, ഒരു സ്നേക്കിനെ ഒരു ജാറിലോട്ട് ഇടുമ്പം അത് അതിനകത്ത് കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം വെക്കത്തില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആബ്സൊല്യൂട്ട് സ്റ്റോം, അല്ലാതെ കൊടുങ്കാറ്റ് അങ്ങനെയല്ല ഇതിൽ മീനിങ്
എടുക്കേണ്ടത്. അപ്പോൾ അത് ആ ജാറിന് ചുറ്റും കിടന്ന് ആ കാണിച്ച ആ വെപ്രാളത്തിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദർ വാസ് an absolute storm as it went around and around in the glass, tearing the decayed viper into little pieces. അപ്പോൾ അത് കിടന്ന് ആ കാണിച്ച വെപ്രാളത്തിൽ ആ അഴുകിയ വൈപ്പറിനെ ചെറിയ കഷ്ണങ്ങളായി കീറി. കാരണം ഇത് ഓൾറെഡി ജീവനുള്ള ഒരു സ്നേക്കിനെയാണ് ആ ജാറിനകത്തോട്ട് ഇട്ടത്. ഗംഗാറാം ഷട്ട് ഹിസ് ഐസ് ഇൻ പയസ് ഹൊറർ. അപ്പോൾ ഗംഗാറാം പെട്ടെന്ന് കണ്ണുകളൊക്കെ അടച്ച് ഭയങ്കര ഭക്തിപൂർവ്വമായിട്ട്, കാരണം ഗംഗാറാം എപ്പോഴും ഈ കാലാനാഗിന് പാലൊക്കെ വെച്ച് എല്ലാ ദിവസവും സേവിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് കേട്ടതും ഗംഗാറാമിന് ഒരു വിഷമം തോന്നി. യു വിൽ പേ ഫോർ ഇറ്റ് വൺ ഡേ. യെസ് യു വിൽ. അപ്പോൾ ഗംഗാറാം പറഞ്ഞു, ഒരു ദിവസം നിങ്ങൾ അതിന് വില കൊടുക്കേണ്ടി വരും. നിങ്ങൾ ഈ കാണിച്ചതിന് നിങ്ങളിതിന് വില കൊടുക്കണം എന്നുവെച്ചാൽ ഒരു പണിഷ്മെൻറ്റ് കിട്ടും എന്നർത്ഥത്തിൽ പറയുവാണ്. ഇറ്റ് വാസ് നോ യൂസ് ആർഗിങ് വിത്ത് ഗംഗാറാം. അപ്പം പിള്ളേർ പറയുന്നത് ഗംഗാറാമുമായിട്ട് വാദിക്കുന്നത് ഒരു പ്രയോജനവുമില്ല. ഹീ ലൈക്ക് ഓൾ ഗുഡ് ഹിന്ദുസ് ബിലീവ്ഡ് ഇൻ ദ ട്രിനിറ്റി ഓഫ് ബ്രഹ്മ, വിഷ്ണു ആൻഡ് ശിവ, ദ ക്രിയേറ്റർ, ദ പ്രിസർവർ ആൻഡ് ഡിസ്ട്രോയർ ഓഫ് ദീസ് ഹി വാസ് മോസ്റ്റ് ഡിവോട്ടഡ് ടു വിഷ്ണു. അപ്പം ഇവിടെ പറയുവാണ് ഗംഗാറാം ബാക്കി എല്ലാ നല്ല ഹിന്ദുക്കളെയും പോലെയും ട്രിനിറ്റിയിൽ വിശ്വസിക്കുന്നു. അതായത് ബ്രഹ്മ, വിഷ്ണു, ശിവ, അതായത് സൃഷ്ടാവ്, സംരക്ഷകൻ, സംഹാരകൻ. അപ്പം ഇവയിൽ ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ളത് ഗംഗാറാമിന് വിഷ്ണുവിനോടാണ്. Every morning he painted a V mark on his forehead in sandalwood paste to honor the god. അപ്പം ദൈവത്തെ ബഹുമാനിക്കുന്നതിൻ്റെ അർത്ഥമായിട്ട് എല്ലാ ദിവസവും രാവിലെ ഗംഗാറാം എന്ത് ചെയ്യുന്നു വെച്ചാൽ ചന്ദനം വെച്ച് V കൊണ്ടുള്ള അടയാളം നെറ്റിയിൽ വരയ്ക്കും. ഓൾദോ എ ബ്രാഹ്മൺ ഹി വാസ് ഇല്ലിറ്ററേറ്റ് ആൻഡ് ഫുൾ ഓഫ് സൂപ്പർസ്റ്റിഷൻ. ഒരു ബ്രാഹ്മണാണെങ്കിലും അദ്ദേഹം നിരക്ഷരനാണ്, വെച്ചാൽ ഇല്ലിറ്ററേറ്റ് ആണ്, ലിറ്ററേറ്റ് അല്ല. അതുപോലെ അന്ധവിശ്വാസം, സൂപ്പർസ്റ്റിഷൻ നിറഞ്ഞ ഒരാളാണ്. ടു ഹിം all life was sacred. അദ്ദേഹത്തിന് എല്ലാ ജീവനും പവിത്രമാണ്. ഈവൻ ഇഫ് ഇറ്റ് വാസ് ഓഫ് എ സ്നേക്ക് ഓർ സ്കോർപ്പിയൻ ഓർ സെൻറ്റിപ്പൈഡ്, എല്ലാ ജീവനും പവിത്രമാണ്. അതൊരു ഒരു പാമ്പായിക്കോട്ടെ, ഒരു തേളായിക്കോട്ടെ, സെൻറ്റിപ്പൈഡ് എന്ന് വെച്ചാൽ ഒരു പഴുതാരി ആയിക്കോട്ടെ. വെന്നെവർ ഹീ സോ വൺ ഹി ക്വിക്ലി പുഷ്ഡ് ഇറ്റ് എവേ ഫോർ ഫിയർ ദാറ്റ് വി മൈറ്റ് കിൽ. അപ്പോൾ അവൻ എപ്പോഴെങ്കിലും ഒരു ഈ സ്നേക്കിനെയോ സ്കോർപ്പിയനെയോ സെൻറ്റിപ്പൈഡിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവരതിനെ കൊല്ലുമെന്ന് വെച്ച് ഈ ഗംഗാറാം എന്ത് ചെയ്യും, വേഗത്തിൽ അതിനെ തള്ളി മാറ്റും. ഹി പിക്ഡ് അപ്പ് വാസ്പ്. We knocked about with our badminton rackets and looked after the damaged wing. അതുപോലെ ഇവൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ എന്നുവെച്ചാൽ പിള്ളേർ പറയണം, ഞങ്ങൾ ബാഡ്മിൻ്റൺ ട്രാക്കുകൾ ഉപയോഗിച്ച് അടിച്ച കടന്നലുകൾ ഗംഗാറാം എന്ത് ചെയ്യും, എടുത്ത് അവയുടെ തകർന്ന ചെറുകളൊക്കെ അതിനെ പരിപാലിക്കും. സംടൈംസ് ഹി ഗോട്ട് സ്റ്റങ്. അപ്പോൾ ഇങ്ങനെ പരിപാലിക്കുമ്പോൾ എന്താ, വാസ്പിന് അറിയാവോ ഗംഗാറാമാണ് അതിനെ അടിച്ചത് അല്ലെങ്കിൽ പിള്ളേരാണ് അടിച്ചതെന്ന്. അപ്പോൾ വാസ്പ് എന്ത് ചെയ്യും, ഗംഗാറാമിന് കുത്തു കൊടുക്കുമായിരുന്നു. ഇറ്റ് നെവർ സീം ടു ഷേക്ക് ഹിസ് ഫെയ്ത്ത്. എന്നാലും ഗംഗാറാം എന്ത് ചെയ്യും, ഇറ്റ് നെവർ സീം ടു ഷേക്ക് ഹിസ് ഫെയ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലും ഗംഗാറാമിൻ്റെ വിശ്വാസത്തെ ഒന്നും ഇളക്കിയിട്ടില്ല. മീൻസ് കോട്ടം വന്നിട്ടില്ല. ഗംഗാറാം എപ്പോഴും അവരെയൊക്കെ മീൻസ് അനിമൽസിനെയൊക്കെ ഡേഞ്ചറസ് ആയിട്ടുള്ള അനിമൽസിനെയും പരിപാലിച്ചുകൊണ്ടേയിരുന്നു. The more dangerous the animal, the more devoted Gangaram was for its existence. Hence, the regard for snakes above all, the cobra who was Kalanag. അപ്പം മൃഗം കൂടുതൽ അപകടകാരിയാകും തോറും ഗംഗാറാം എന്ത് ചെയ്യും, അതിൻ്റെ എക്സിസ്റ്റൻസ്, അതിനെ ജീവിക്കാൻ വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി കൂടുതൽ അർപ്പണബോധമുള്ളവനാകും. അപ്പം എല്ലാറ്റിനുപരി ഗംഗാറാമിൻ്റെ സ്നേഹം ആരോടുള്ള, കാലനാഗിനോടുള്ള സ്നേഹമാണ് ഇവിടെ പറയുന്നത്. വി വിൽ കിൽ യുവർ കാലാനാഗ് ഇഫ് വി സീ ഹിം. അപ്പോൾ പിള്ളേർ പറയുന്നത്, നിൻ്റെ കാലാനാഗിനെ കണ്ടാൽ ഞങ്ങൾ കൊല്ലും. ഐ വോണ്ട് ലെറ്റ് യു. ഇറ്റ് ലേഡ് 100 eggs and if you kill it all the eggs will become cobras and the house will be full of them. Then what will you do? അപ്പോൾ ഗംഗാറാം അതിൻ്റെ ആൻസർ പറയുന്നത്, ഞാൻ നിന്നെ അനുവദിക്കില്ല. അത് എത്ര മുട്ട ഇട്ടിട്ടുണ്ട്, 100 മുട്ടകൾ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതിനെ കൊന്നാൽ എല്ലാ മുട്ടകളും എന്താകും, മൂർഖന്മാരായിട്ട് എന്ത് സംഭവിക്കും, വീട് ഫുള്ള് നിറയും. പിന്നെ നീ എന്ത് ചെയ്യും എന്ന് ഗംഗാറാം തിരിച്ച് ചോദിക്കുവാണ്. വി വിൽ ക്യാച്ച് ദം എലൈവ് ആൻഡ് സെൻഡ് ദം ടു ബോംബെ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ പറയുന്നത്, ഞങ്ങൾ അതിനെല്ലാം ക്യാച്ച് ചെയ്ത് ബോംബെയിലോട്ട് അയക്കും. എന്തിനാണ് ബോംബെയിലോട്ട് അയക്കുന്നത്, ദേ മിൽക്ക് ദം. അപ്പം ആ ബോംബെയിലുള്ളവർ അതിനെ ഫീഡ് ചെയ്ത് എന്തിനു വേണ്ടിയാണ്, ഫോർ ആൻറ്റി സ്നേക്ക് ബൈറ്റ് സിറം. അത് ആൻറ്റി സ്നേക്ക് ബൈറ്റ് സിറം ഉണ്ടാക്കാൻ വേണ്ടി അവർ ഈ സ്നേക്കിനേക്ക് 100 കുട്ടി സ്നേക്സിനെയും ബോംബെയിലേക്ക് അയക്കും എന്ന് പിള്ളേർ പറയുകയാണ്. ദേ പേ 2 rupees ഫോർ എ ലൈവ് കോബ്ര ദാറ്റ് മേക്സ് 200 സ്ട്രേറ്റ് എവേ. അപ്പോൾ പിള്ളേർ പറയുന്നത്, ജീവനുള്ള മൂർഖന് അവർ 2 രൂപ നൽകും. അതായത് ഉടനെ തന്നെ അവർക്ക് എത്ര രൂപ കിട്ടും, 200 rupees ലഭിക്കും. യുവർ ഡോക്ടേഴ്സ് മസ്റ്റ് ഹാവ് അഡേഴ്സ്. ഐ നെവർ സോ എ സ്നേക്ക് ഹാവ് എനി. അപ്പോൾ പറയണ അഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആനിമൽസിൻ്റെ പശു അതുപോലെ ആടിൻ്റെയൊക്കെ അകിട് എന്ന് പറയത്തില്ല, അതിനാണ് അഡർ എന്ന് പറയുന്നത്.
ഐ നെവർ സോ എ സ്നേക്ക് ഹാവ് എനി. അപ്പം ഞാൻ ഒരിക്കലും ഒരു പാമ്പിന് അങ്ങനെ ഉണ്ടെന്ന് കണ്ടിട്ടില്ല. ബട്ട് ഡോണ്ട് യു ഡെയർ ടച്ച് ദിസ് വൺ. പക്ഷേ ഇതിനെ തൊടാൻ ധൈര്യമുണ്ടോ എന്ന് ഗംഗാറാം ചോദിക്കണം. ഇറ്റ് ഈസ് എ ഫന്യാർ, ഇറ്റ് ഈസ് ഹൂഡഡ്. ഹൂഡഡ് എന്ന് വെച്ചാൽ പത്തിയുള്ള പന്യാറാണ് എന്ന് പറയുവാണ്. ഐ ഹാവ് സീൻ ഇറ്റ്, ഇറ്റ്സ് 3 hand ലോങ്. അപ്പോൾ പറയാണ് ഞാൻ അതിനെ കണ്ടിട്ടുണ്ട്, അതിന് 3 കൈകൾ വെച്ചുള്ള നീളമുണ്ട്, അത്രയും നീളമുണ്ട്. ആസ് ഫോർ ഇറ്റ്സ് ഹൂഡ് ഗംഗാറാം ഓപ്പൺ ദ പാം ഓഫ് ഹിസ് ഹാൻഡ്സ്. അപ്പോൾ ഗംഗാറാം തൻ്റെ കൈപ്പത്തി ഇങ്ങനെ തുറന്ന് കാണിച്ചിട്ട് പറയുവാണ്. ആൻഡ് ഹിസ് ഹെഡ് സ്വൈഡ് ഫ്രം സൈഡ് ടു സൈഡ്. എന്നിട്ട് പറയുവാണ് അവൻ്റെ തല, ആ പാമ്പിൻ്റെ തല ഇങ്ങനെ ആടി ഉലയും. സ്വൈഡ് എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ഡയറക്ഷൻ, മൂവ്മെൻറ്റിനെയാണ് പറയുന്നത്. യു ഷുഡ് സീ ഇറ്റ് സണ്ണിങ് ഇറ്റ് സെൽഫ് ഓൺ ദ ലോൺ. സണ്ണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാസ്കിങ് ഇൻ ദ സൺ, അതായത് വെയിലേക്കാൻ വേണ്ടി കിടക്കത്തില്ലേ പാമ്പ്, അതാണ് ഉദ്ദേശിക്കുന്നത്. സിറ്റ് ഓർ ലൈ ഇൻ ദ സൺ, ചൂട് കിട്ടാൻ വേണ്ടി. അപ്പോൾ പറയുവാണ് ഗംഗാറാം, നീ ആ ലോൺ പുൽത്തകിടിലൊക്കെ കിടക്കുന്ന പുൽത്തകിടിൽ ഒരിക്കൽ കലനായി കിടക്കുന്ന കണ്ട് സണ്ണിൻ്റെ വെയിലൊക്കെ വെയിൽ കിട്ടാൻ വേണ്ടി അപ്പം നല്ല വലുതായിരുന്നു എന്ന് ഇവിടെ പറഞ്ഞ് നിർത്തുവാണ്. ദാറ്റ് ജസ്റ്റ് പ്രൂവ്സ് വാട്ട് എ ലയർ യു ആർ. അപ്പം ഇവിടെ പിള്ളേർ പറയുന്നത് ഇത്രയും മതി നീ എന്ത് നുണയനാണെന്ന് തെളിയിക്കാൻ. ദ ഫന്യാർ ഈസ് എ മെയിൽ. നീ എന്താ പറഞ്ഞത്, അത് ഫന്യാറാണെന്ന്. പക്ഷെ പന്യാർ ഇങ്ങനത്തുള്ള പാമ്പാണ്, മെയിലാണ്. സോ ഇറ്റ് കുഡ് നോട്ട് ഹാവ് ലേഡ് 100 eggs. അപ്പോൾ അതിനാൽ അതിന് 100 മുട്ടകൾ ഇടാൻ കഴിയില്ല. യു മസ്റ്റ് ഹാവ് ലേഡ് ദ എഗ്സ് യുവർ സെൽഫ്. അപ്പോൾ പിള്ളേർ പറയുന്നത് നീ തന്നെയായിരിക്കും മുട്ടകൾ ഇട്ടിരിക്കുന്നത്. ദ പാർട്ടി ബേഴ്സ്റ്റ് ഇൻ ടു ലൗഡ് ലാഫ്റ്റർ. അപ്പോൾ ആ പിള്ളേരെല്ലാം നിന്ന് ഒരേ ചിരിയായി. മസ്റ്റ് ബി ഗംഗാറാംസ് എഗ്സ്, വി വിൽ സൂൺ ഹാവ് 100 ഗംഗാറാംസ്. അപ്പോൾ പിള്ളേർ പറയാണ് ഗംഗാറാമിൻ്റെ മുട്ടകളായിരിക്കണം. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ എത്ര ഗംഗാറാമിനെ ലഭിക്കും, 100 ഗംഗാറാമിനെ ലഭിക്കും എന്ന് പറഞ്ഞ് പിള്ളേർ ചിരിക്കുവാണ്. ഗംഗാറാം വാസ് സ്ക്വാഷ്ഡ് എന്ന് വെച്ചാൽ ക്രഷ്ഡ്. ആ പിള്ളേർ ഇങ്ങനെ പറഞ്ഞ് അവനെ അടിച്ചമർത്തത്തില്ല. ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു ഗ്യാങ്ങിൽ നിൽക്കുക, നമ്മളൊരാൾ കളിയാക്കിയാൽ നമ്മൾ ഏത് ഫീലിങ്ങിലിരിക്കുക ആ ഒരു ഫീലിങ്ങിൽ ഗംഗാറാം എത്തി. ഇറ്റ് വാസ് എ ഫേറ്റ് ഓഫ് എ സെർവൻറ്റ് ടു ബി കോൺസ്റ്റൻ്റ്ലി സ്ക്വാഷ്ഡ്. അപ്പം നിരന്തരം അടിച്ചമർത്തലപ്പെടുന്നത് ഒരു ദാസൻ്റെ വിധിയാണ് എന്നിങ്ങനെ പറയുവാണ് ഇവിടെ. ബട്ട് ഹാവിങ് ദ ചിൽഡ്രൻ ഓഫ് ദ ഹൗസ് ഹോൾഡ് മേക്ക് ഫൺ ഓഫ് ഹിം വാസ് ടു മച്ച് ഈവൻ ഫോർ ഗംഗാറാം. അപ്പോൾ പക്ഷേ വീട്ടിലെ കുട്ടികൾ തന്നെ അവനെ കളിയാക്കുന്ന ഗംഗാറാമിന് സഹിക്കാനൊക്കുന്നതിനും ഉപരിയാണ്. They were constantly making him look small with their new fangled ideas. അപ്പോൾ ഈ പിള്ളേരുടെ അവരുടെ പുതിയ ആശകൾ ഉപയോഗിച്ച് ചെറുതാക്കിക്കൊണ്ടിരിക്കും സംസാരിക്കുമ്പം. അപ്പോൾ ഗംഗാറാം പറയുവാണ് ദേ നെവർ റെഡ് ദ ഹോളി ബുക്സ്. അപ്പോൾ അവരൊരിക്കലും അവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടില്ല. നോർ ഈവൻ വാട്ട് ദ മഹാത്മാ സെഡ് അബൌട്ട് നോൺ വയലൻസ്. മഹാത്മാഗാന്ധി എന്താ നോൺ വയലൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് വാസ് ജസ്റ്റ് ഷോർട്ട് ഗൺസ് ടു കിൽ ബേർഡ്സ് ആൻഡ് ദ ജാർസ് ഓഫ് മെത്തഡ് സ്പിരിറ്റ് ടു ഡ്രോൺ സ്നേക്സ്. അവർക്ക് എന്തൊക്കെയാണ് അറിയാവുന്ന, ഒരു ബേർഡിനെ കില്ല് ചെയ്യുന്നത്, ഷോട്ട് ചെയ്യുന്നത്, അതുപോലെ ഒരു ജാറിൽ മെത്തിലേറ്റഡ് സ്പിരിറ്റിൽ സ്നേക്സിനെയൊക്കെ ഡ്രൗൺ ചെയ്ത് വെക്കുന്നത്, അതൊക്കെ അറിയത്തുള്ളൂ. ഗംഗാറാം വുഡ് സ്റ്റിക്ക് ടു ഹിസ് ഫെയ്ത്ത് ഇൻ ദ സേക്രഡ്നെസ് ഓഫ് ലൈഫ്. അപ്പോൾ ജീവിതത്തിൻ്റെ പവിത്രതയിലുള്ള തൻ്റെ വിശ്വാസത്തിൽ ഗംഗാറാം ഉറച്ചു നിൽക്കും. ഹി വുഡ് ഫീഡ് ആൻഡ് പ്രൊട്ടക്ട് സ്നേക്സ് ബിക്കോസ് സ്നേക്സ് വർ ദ ലോവസ്റ്റ് ഓഫ് ഗോഡ്സ് ക്രീച്ചേഴ്സ് ഓൺ എർത്ത്. ഇഫ് യു കുഡ് ലവ് ദം ഇൻസ്റ്റെഡ് ഓഫ് കില്ലിംഗ് ദം യു പ്രൂവ്ഡ് യുവർ പോയിന്റ്. അപ്പം പാമ്പുകൾ എന്ന് പറയുന്നത് ഭൂമിയിൽ ദൈവത്തിൻ്റെ ഏറ്റവും താഴ്ന്ന സൃഷ്ടികളായതിനാൽ അദ്ദേഹം പാമ്പുകളെ പോറ്റുകയും സംരക്ഷിക്കുകയും ചെയ്തു. അപ്പം ഇവിടെ എന്താ പറഞ്ഞാൽ, നിങ്ങൾക്ക് അവയെ കൊല്ലുന്നതിന് പോലെ അവയെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ പോയിന്റ്, അതായത് നിങ്ങളുടെ വാദം തെളിയിച്ചു എന്ന് ഇവിടെ ഗംഗാറാം ഇങ്ങനെ പറഞ്ഞു വരുവാണ്. വാട്ട് ദ പോയിന്റ് വാസ് വിച്ച് ഗംഗാറാം വാസ് wanted to prove was not clear. He just proved it to be leaving the saucerful of milk by the snake hole every night and finding it gone in the morning. അപ്പം നിങ്ങളുടെ വാദം തെളിയിക്കുന്ന ഇവിടെ ഗംഗാറാം പറയുന്നുണ്ടെങ്കിലും ഗംഗാറാം തെളിയിക്കാൻ ആഗ്രഹിക്കുന്ന പോയിന്റ് എന്താണെന്ന് വ്യക്തമായിരുന്നില്ല. ഗംഗാറാം എന്താ ചെയ്യുന്നത്, എല്ലാ നൈറ്റും സോസർഫുൾ പാൽ അവിടെ കൊണ്ടുവയ്ക്കുന്നു, കാലാനാഗിന് അത് തിരിച്ച് രാവിലെ ആകുമ്പോൾ അത് തിരിച്ചെടുക്കുന്നു. ഇതാണ്. അപ്പം ഗംഗാറാം എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗംഗാറാം ഡേഞ്ചറസ് ആയിട്ടുള്ള വെച്ചാൽ ഗംഗാറാമിന് ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും പവിത്രതയുള്ളതാണ്, അവരെയൊക്കെ സംരക്ഷിക്കണം. അതൊരു ഡേഞ്ചറസ് ആണെങ്കിൽ പോലും. അതുപോലെ ഗംഗാറാമിന് കുറച്ച് സൂപ്പർസ്റ്റിഷൻസ് കൂടുതലാണ്. One day we saw Kalanak. The monsoon had burst with all their fury and it had rained in the night. അപ്പോൾ ഒരു ദിവസം പിള്ളേർ പറയുവാണ്, ഒരു ദിവസം ഞങ്ങൾ കണ്ടു, കാലനാഗിനെ കണ്ടു. മൺസൂൺ നല്ല മഴയായിരുന്നു, രാത്രി നല്ലവണ്ണം പെയ്തു. അതാണ് burst with all their fury എന്ന് പറയുന്നത്. The earth which had lain dry and thirsty under the withering heat of the summer sun was crowded with life. അപ്പോൾ നല്ല ഈ സമ്മർ സീസൺ നമുക്കറിയാം, ഭയങ്കര ചൂടായിട്ട് ഡ്രൈ ആയിട്ട് കിടന്നിരുന്ന ആ ഭൂമി, ആ മഴയെല്ലാം തേഴ്സ്റ്റി ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇല്ലാതെ ഡ്രൈ ആയിട്ട് കിടന്ന ആ ഭൂമി, മഴയെല്ലാം പെയ്ത് ക്രൗഡഡ് വിത്ത് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതുജീവൻ കിട്ടിയ പോലെ ഫ്രഷ് ആയിട്ടിരിക്കുവാണ് എർത്ത്.
ഇൻ ലിറ്റിൽ പൂൾസ് ഫ്രോഗ്. അപ്പോൾ പൂളുകളിൽ ആരാണ് ക്രോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഫ്രോഗ് സൗണ്ട് ഉണ്ടാക്കുന്നു. ദ മഡി ഗ്രൗണ്ട് വാസ് കവേർഡ് വിത്ത് ക്രോളിംഗ് വോംസ്, സെന്റിപേഡ്സ് ആൻഡ് വെൽവെറ്റി ലേഡി ബേർഡ്സ്. അപ്പം ഇനി മഡി ഗ്രൗണ്ടിൽ ആരാണ് ക്രോൾ എന്ന് വെച്ചാൽ ഇഴയുകയാണ്, വേംസ് ഒക്കെ. സെന്റിപേഡ്സ് എന്ന് വെച്ചാൽ പഴുതാരയുണ്ട്, അതിൽ വെൽവെറ്റി ലേഡി ബേർഡ്സിനെ കാണാം. ഗ്രാസ് ഹാഡ് ബിഗൺ ടു ഷോ ആൻഡ് അപ്പം ചെറിയ പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട്. ആൻഡ് ദ ബനാന ലീവ്സ് ഗ്ലിസൻഡ് ബ്രൈറ്റ് ആൻഡ് ഷൈനി ഗ്രീൻ. നമുക്കറിയാം സമ്മർ സീസണിലൊക്കെ വെയിലിട്ട് ഇപ്പോൾ ബനാന ലീവ്സിലോട്ട് വാഴ ഇലകളിലോട്ടൊക്കെ നോക്കുവാണെങ്കിൽ പൊടിയൊക്കെ പറ്റി ഒരു ഡ്രൈ രീതിയിലിരിക്കും. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ആ പൊടിയെല്ലാം പോയി നല്ല തിളക്കമായിട്ടിരിക്കത്തില്ല. അതാണ് ബനാന ലീവ്സ് ഗ്ലിസൻഡ് ബ്രൈറ്റ് ആൻഡ് ഷൈനി ഗ്രീൻ. ദ റെയിൻ ഹാഡ് ഫ്ലഡഡ് കലനാഗ്സ് ഹോൾ. അപ്പം നല്ല മഴ പെയ്തു, വെള്ളം ആരുടെ വീട്ടിലോട്ട് പോയി, വീട്ടിൽ വെച്ചാൽ ആ ഹോളിലോട്ട് പോയി, കാലാനാഗിൻ്റെ ഹോളിലോട്ട് പോയി, കാലാനാഗ് ഇരിക്കുന്ന ഹോളിലോട്ട് പോയി. ഹി സാറ്റ് ഇൻ ആൻ ഓപ്പൺ പാച്ച് ഓൺ ദ ലോൺ. അപ്പോൾ അത് നിറഞ്ഞപ്പോഴത്തേക്ക് കാലാനാഗ് വെളിയിലോട്ട് വന്നിട്ട് എവിടെ ഇരുന്ന് ഒരു പുൽത്തകിടിയിൽ ഇരിക്കുവാണ്. ഇനി അടുത്ത സെൻറ്റൻസ് കാലാനാഗിനെ ഡിസ്ക്രൈബ് ചെയ്യുവാണ്. ഹിസ് ഷൈനി ബ്ലാക്ക് ഹൂഡ് ഗ്ലിസൻഡ് ഇൻ ദ സൺലൈറ്റ്. അപ്പോൾ പുൽത്തകിടിയിലിരിക്കുന്ന ആ കാലാനാഗിൻ്റെ ഹൂഡ്, ബ്ലാക്ക് ആയിട്ടുള്ള ഹൂഡ് ഗ്ലിസൺ ചെയ്ത് ഷൈൻ ചെയ്യാൻ തുടങ്ങി സൺലൈറ്റൊക്കെ ഏറ്റപ്പം. ഹി വാസ് ബിഗ്, ഓൾമോസ്റ്റ് 6 feet ഇൻ ലെന്ത്. അപ്പോൾ എത്ര ഫീറ്റ് ഉണ്ട്? 6 feet ലെന്ത് ഉണ്ട്, നീളമുണ്ട്. ആൻഡ് റൗണ്ട് ആൻഡ് ഫാറ്റ് ആസ് മൈ വ്രിസ്റ്റ്. എൻ്റെ വ്രിസ്റ്റ് പോലെ നല്ല റൗണ്ടും നല്ല ഫാറ്റുമാണ് കാലാനാഗിൻ്റെ ബോഡി. ലുക്സ് ലൈക്ക് എ കിങ് കോബ്ര, ലെറ്റ്സ് ഗെറ്റ് ഹിം. അപ്പോൾ അവിടെ നിന്നവരൊക്കെ പറഞ്ഞു കിങ് കോബ്രയെ പോലെ ഉണ്ട്, നമുക്ക് അതിനെ പിടിക്കണം. കാലാനാഗ് ഡിഡ് നോട്ട് ഹാവ് മച്ച് ഓഫ് എ ചാൻസ്. അപ്പോൾ കാലാനാഗ് ഇങ്ങനെ മഴയൊക്കെ പെയ്ത് ഹോളെല്ലാം വെള്ളം നിറഞ്ഞ് വെളിയിൽ ഇങ്ങനെ വന്നിരിക്കുവാണ്. അപ്പോൾ ഇത് കാലാനാഗിന് ഇവർ പിടിക്കാൻ പോകുമ്പോഴത്തേക്ക് ഓടാനുള്ള ഭയങ്കരമായിട്ടുള്ള ചാൻസ് കിട്ടിയിട്ടില്ല. പെട്ടെന്നുള്ളൊരു അറ്റാക്കായിരുന്നത്. ദ ഗ്രൗണ്ട് വാസ് സ്ലിപ്പറി. അതുപോലെ തന്നെ ഗ്രൗണ്ട് ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു, മഴയെല്ലാം പെയ്ത്. ആൻഡ് ഓൾ ദ ഹോൾസ് ആൻഡ് ഗട്ടേഴ്സ് വർ ഫുൾ ഓഫ് വാട്ടർ. എല്ലാ മാളങ്ങളും അതുപോലെ ഓടകൾ, ഗട്ടേഴ്സ് എല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുവാണ്. ഗംഗാറാം വാസ് നോട്ട് അറ്റ് ഹോം ടു ഹെൽപ്പ്. ഗംഗാറാം ആണെങ്കിൽ വീട്ടിലുമില്ല. ഇപ്പോൾ ഗംഗാറാം ഉണ്ടെങ്കിൽ സ്നേക്കിനെ കൊല്ലാൻ സമ്മതിക്കില്ല. ആംഡ് വിത്ത് ലോങ് സ്റ്റിക്സ് വി സറൗണ്ടഡ് കാലാനാഗ് ബിഫോർ ഹി ഈവൻ സെൻറ്റഡ് ഡേഞ്ചർ. അപ്പം വലിയ സ്റ്റിക്കുകൾ, വലിയ വടികളൊക്കെ ആയിട്ട് കാലാനാഗിന് ചുറ്റും ഇവരെല്ലാം ഓടിക്കൂടി കാലാനാഗിന് ഡേഞ്ചർ സ്മെല്ല് ചെയ്യുന്നതിന് മുമ്പ്, ഡേഞ്ചർ സ്മെല്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്, അവനെ രക്ഷപ്പെടാനുള്ള ഒരു അവസരം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇവരെല്ലാം സറൗണ്ട് ചെയ്തു. വെൻ ഹി സോ അസ് ഹിസ് ഐസ് ടേൺഡ് ആസ് റെഡ് ആസ് ഫയർ ആൻഡ് ഹി ഹിസ്ഡ് ആൻഡ് സ്പാറ്റ് ഓൺ ഓൾ സൈഡ്സ്. അപ്പോൾ നമുക്കറിയാം പാമ്പിനെ അത് രക്ഷപ്പെടാൻ വേണ്ടി അത് പെട്ടെന്ന് ഹിസ് ചെയ്യും, അത് ആ സൗണ്ടൊക്കെ ഉണ്ടാക്കി അതിങ്ങനെ വിഷമൊക്കെ തുപ്പും. അപ്പം അതിൻ്റെ ഐസ് എങ്ങനെയായിരുന്നു? റെഡ് ആസ് ഫയർ എന്നാണ് പറയുന്നത്, കമ്പയർ ചെയ്യുന്നത്. ദെൻ ലൈക്ക് ലൈറ്റനിങ് കാലാനാഗ് സ്റ്റാർട്ടഡ് ടുവേർഡ്സ് ബനാന ട്രീ. ബനാന ട്രീസ്, ലൈറ്റനിങ് എന്ന് വെച്ചാൽ ഒരു മിന്നൽ വേഗത്തിൽ, മിന്നൽ പോലെ കാലാനാഗ് ഇങ്ങോട്ടേക്ക് പാഞ്ഞു, ബനാന ട്രീസ് അങ്ങോട്ടേക്ക് പാഞ്ഞു. ദ ഗ്രൗണ്ട് വാസ് ടു മഡി ആൻഡ് ഹി സ്ലിപ്ഡ് എബൌട്ട്. ഭയങ്കര മഡിയായിരുന്നു, അതുകൊണ്ട് സ്പീഡാണ് പോകാൻ ഭയങ്കര സ്ലിപ്പായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹി ഹാഡ് ഹാർഡ്ലി ഗോൺ 5 yards when a stick caught him in the middle and broke his back. അപ്പോൾ 5 yard പോയതേ ഉള്ളൂ, ആരോ കൂട്ടത്തിൽ ഒരാൾ ആ സ്റ്റിക്ക് വെച്ച് നല്ലൊരു അടി കൊടുത്തു മിഡിലായിട്ട്. അതുപോലെ അവൻ്റെ ബാക്ക് ബ്രോക്കായി. A rain of blows reduced him to squishy, squashy, black and white jelly splashed with blood and mud. Rain of blows എന്ന് ഉദ്ദേശിക്കുന്നത് ഒരേ അടിയായിരുന്നു. എല്ലാവരും വടി വെച്ചിരുന്നവരെല്ലാം അടിക്കാൻ തുടങ്ങി. അപ്പോൾ സ്ക്വിഷി സ്കാഷി അടിച്ചപ്പോഴത്തേക്ക് ആ ബ്ലാക്കും വൈറ്റും ജെല്ലിയും അതുപോലെ ആ സ്നേക്കിൻ്റെ ബ്ലഡും മഡും എല്ലാം ഒരുമാതിരി കലർന്ന് ഒരു സിറ്റുവേഷനിലെത്തി. ഹിസ് ഹെഡ് വാസ് സ്റ്റിൽ അൺഡാമേജ്ഡ്. പക്ഷേ അവൻ്റെ തലയിൽ ആരും അടിച്ചിട്ടില്ല. ഡോണ്ട് ഡാമേജ് ദ ഹുഡ് എൽഡ് വൺ ഓഫ് us, we will take കാലാനാഗ് ടു സ്കൂൾ. അപ്പോൾ ആ കൂട്ടത്തിൽ ആരോ ഒരാളെ പറഞ്ഞു അവൻ്റെ തല അടിക്കാതെ നമുക്ക് അവനെ എവിടെ കൊണ്ടുപോകാം? സ്കൂളിൽ കൊണ്ടുപോകാം. സോ വി സ്ലിഡ് എന്ന് വെച്ചാൽ സ്മൂത്ത്ലി വി സ്ലിഡ് എ സ്റ്റിക്ക് അണ്ടർ ദ കോബ്ര സ്റ്റൊമക്ക് ആൻഡ് ഹാഡ് ലിഫ്റ്റഡ് ഹിം ഓൺ ദ എൻഡ് ഓഫ് ദ പോൾ. അപ്പം ആ വടിയുടെ അറ്റം വെച്ച് അവൻ്റെ സ്റ്റൊമക്ക്, അവൻ്റെ വയറ്റിൻ്റെ അടി കൂടെ സ്മൂത്ത്ലി, അതാണ് സ്ലിഡ്, പൊക്കി എടുത്ത് വി പുട്ട് ഹിം ഇൻ എ ലാർജ് ബിസ്ക്കറ്റിൻ, ഇതിനകത്ത് എടുത്തിട്ട് ഒരു ബിസ്ക്കറ്റിനകത്ത് എടുത്തിട്ട് ആൻഡ് ടൈഡ് ഇറ്റ് അപ്പ് വിത്ത് സ്ട്രിങ്, ഒരു ചരട് വെച്ച് മൂടിക്കെട്ടി. വി ഹൈഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹിഡ്. അപ്പം ഒളിപ്പിക്കുക. വി ഹിഡ് ദ ടിൻ അണ്ടർ എ ബെഡ്, എവിടെ ഒളിപ്പിച്ചു വെച്ചു? ബെഡിൻ്റെ താഴെ ഒളിപ്പിച്ചു വെച്ചു. അറ്റ് നൈറ്റ് ഐ സ്റ്റേഡ് നിയർ ഗംഗാറാം വെയിറ്റിംഗ് ഫോർ ഹിം ടു ഗെറ്റ് ഹിസ് സോസർ ഓഫ് മിൽക്ക്. അപ്പോൾ ഗംഗാറാം ഇതൊന്നും അറിഞ്ഞില്ല. അപ്പോൾ ഗംഗാറാം എന്താ ചെയ്യുന്നത്? ഒരു പാലും സോസറും എടുക്കാനൊക്കെ അങ്ങനെ നിൽക്കുകയാണ് ഗംഗാറാം. എയിൻറ്റ് യു ഗോയിങ് ടു ടേക്ക് എനി മിൽക്ക് ഫോർ ദ കാലാനാഗ് ടു നൈറ്റ്? അപ്പം ഇന്ന് കാലാനാഗിനെ മിൽക്കൊന്നും എടുക്കുന്നില്ലേ എന്ന് ചോദിക്കുവാണ്. യെസ് ആൻസർ ഗംഗാറാം ഇൻ എ ബാഡ് ടെമ്പേർഡ് മാനർ. അപ്പോൾ ഓൾറെഡി പിള്ളേർ കാലാനാഗിൻ്റെ കാര്യം പറഞ്ഞ് നമ്മുടെ ഗംഗാറാമിനെ ഒന്ന് താഴ്ത്തി സംസാരിച്ചതുകൊണ്ട് കാലാനാഗ് കുറച്ച് ബാഡ് ടെമ്പേർഡ് മോഡിൽ പറഞ്ഞു യെസ് എന്ന് പറഞ്ഞു.
യു ഗോ ടു ബെഡ്, നീ ഉറങ്ങാൻ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഹി ഡി നോട്ട് വാണ്ട് എനി മോർ ആർഗ്യുമെൻറ്റ് ഓൺ ദ സബ്ജക്റ്റ്. അപ്പം ഈ വിഷയത്തെക്കുറിച്ച് ഒരു തർക്കവും അയാൾക്ക് മീൻസ് ഒരു ആർഗ്യുമെൻറ്റും അയാൾക്ക് വേണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു നീ ഉറങ്ങാൻ പൊയ്ക്കോ എന്ന് പറഞ്ഞു. വോണ്ട് നീഡ് ദ മിൽക്ക് എനി മോർ, അവൻ ഇനി പാൽ ആവശ്യമില്ല. ഗംഗാറാം പോസ്, ഒന്ന് സ്റ്റോപ്പ് ചെയ്ത്. വൈ, എന്തുകൊണ്ട്? ഓ നത്തിങ്, ദർ ആർ സോ മെനി ഫ്രോക്സ് അബൌട്ട്. ഓ ഒന്നുമില്ല, ഒരുപാട് തവളകൾ അവിടെയുണ്ട്. ദേ മസ്റ്റ് ടേസ്റ്റ് ബെറ്റർ ദാൻ യുവർ മിൽക്ക്, യു നെവർ പുട്ട് എനി ഷുഗർ ഇൻ ഇറ്റ് എനിവേ. പാലിനേക്കാൾ ടേസ്റ്റ് തവളയ്ക്കാണ് എന്ന് പറയുവാണ്. നിങ്ങളിതിൽ പഞ്ചസാര ഇടാറില്ലല്ലോ എന്ന് ഈ കുട്ടി പറയുവാണ് ഗംഗാറാമിനോട്. ദ നെക്സ്റ്റ് മോർണിംഗ് ഗംഗാറാം ബ്രോട്ട് ബാക്ക് ദ സോസർ വിത്ത് ദ മിൽക്ക് സ്റ്റിൽ ഇൻ ഇറ്റ്. അപ്പം ഹി ലുക്ക് സളൺ ആൻഡ് സസ്പീഷ്യസ്. അപ്പം എല്ലാ ദിവസവും പാല് കൊണ്ടുവയ്ക്കും. എല്ലാ ദിവസവും രാവിലെ പാല് കുടിച്ച് തീർത്ത പാത്രമായിട്ടാണ് ഗംഗാറാം വീട്ടിലോട്ട് വരാറുള്ളത്. പക്ഷേ ഇന്ന് പാല് ആ പാത്രത്തിൽ അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ഗംഗാറാം ലുക്ക് സളൺ, സാഡായിരുന്നു, സസ്പീഷ്യസ്, എന്തോ ഒരു ഡൗട്ടും തോന്നി ഗംഗാറാമിന്. ഐ ടോൾഡ് യു സ്നേക്സ് ലൈക്സ് ഫ്രോക്സ് ബെറ്റർ ദാൻ മിൽക്ക്. അപ്പം പിന്നെയും പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലായിരുന്ന സ്നേക്സിന് പാലിനേക്കാൾ ഇഷ്ടം എന്തിനാണ്, ഫ്രോക്സിനോടാണ് ഇഷ്ടമെന്ന്. വൈൽസ്റ്റ് വി ചേഞ്ച് ആൻഡ് ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ വൈൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറിങ് ദ ടൈം. അതുപോലെ വി ചേഞ്ച് എന്ന് വെച്ചാൽ ഞങ്ങൾ വസ്ത്രം മാറി. ആൻഡ് ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്, പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോൾ ഗംഗാറാം സ്റ്റേഡ് നിയർ അസ്. അപ്പോൾ ഗംഗാറാം ഞങ്ങളുടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. ദ സ്കൂൾ ബസ് കെയിം ആൻഡ് വി ക്ലൈംഡ് ഇൻ ടു ഇറ്റ് വിത്ത് ദ ടിൻ. അപ്പോൾ സ്കൂൾ ബസ് വന്നു, ഞങ്ങൾ ഈ ടിന്നുമായിട്ട് അകത്തോട്ട് കയറി, ബസ്സിൻ്റെ അകത്തോട്ട് കയറി. ആസ് ദ ബസ് സ്റ്റാർട്ടഡ് വി ഹെൽഡ് ഔട്ട് ദ ടിൻ ടു ഗംഗാറാം. അപ്പോൾ ബസ് സ്റ്റാർട്ട് ചെയ്ത് ഈ ടിന്ന് വെളിയിലോട്ട് കാണിച്ചു ഗംഗാറാമിന്. ഹിയർ ഈസ് യുവർ കലാനാഗ് സേഫ് ഇൻ ദ ബോക്സ്, വി ആർ ഗോയിങ് ടു പുട്ട് ഹിം ഇൻ ദ സ്പിരിറ്റ്. അപ്പോൾ പിള്ളേർ എന്താ പറഞ്ഞത്, ഇതാണ് നിൻ്റെ കലാനാഗ്, ഇതിൻ്റെ അകത്തുണ്ട്, ബോക്സിനകത്ത് സേഫാണ്, ഞങ്ങൾ ഇതിനകത്ത് കൊണ്ടിടാൻ പോകണം, മെത്തിലേറ്റഡ് സ്പിരിറ്റിനകത്തോട്ട് കൊണ്ടിടാൻ പോകണം. വി ലെഫ്റ്റ് ഹിം സ്റ്റാൻഡിങ് സ്പീച്ച്ലെസ് സ്റ്റെയറിങ് അറ്റ് ദ ഡിപ്പാർട്ടിംഗ് ബസ്. അപ്പോൾ ഇത് കണ്ടതും ഗംഗാറാം സ്പീച്ച്ലെസ്, ഒന്നും പറയാൻ ഒക്കത്തില്ല, ഇങ്ങനെ അങ്ങനെ തന്നെ സ്റ്റെയർ ചെയ്ത് തുറച്ചു നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുവാണ്. ഒരു റിയാക്ഷൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുവാണ്. There was great excitement in the school. We were a set of 4 brothers known for our toughness. We had proved it again. അപ്പോൾ സ്കൂളിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഒരു സ്നേക്കിനെ കൊണ്ടുവന്നിരിക്കുവാണ്. അതുപോലെ ഞങ്ങളൊരു 4 ബ്രദേഴ്സ് ഉണ്ടെന്ന് പറയുവാണ് ഈ കൃത്യമൊക്കെ ചെയ്തവർ. അതുപോലെ നോൺ ഫോർ അവർ ടഫ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീങ് സ്ട്രോങ്, ഒരു ക്യാരക്ടർ. വി ഹാഡ് പ്രൂവ്ഡ് ഇറ്റ് എഗെയിൻ എന്ന് വെച്ചാൽ ഞങ്ങൾ സ്ട്രോങ് ആണെന്നുള്ളത് പിന്നെയും പ്രൂവ് ചെയ്തു. കാരണം എന്താണ്, അവരുടെ കയ്യിലിരിക്കുന്നത് കലാനാഗ് സ്നേക്കാണ്. എ കിങ് കോബ്ര 6 feet long, ഫന്നിയാർ. ദ ടിൻ വാസ് പ്രസൻറ്റഡ് ടു ദ സയൻസ് ടീച്ചർ. ഇത് ആർക്ക് പ്രസൻറ്റ് ചെയ്തു? സയൻസ് ടീച്ചറിന് പ്രസൻറ്റ് ചെയ്തു ഇറ്റിന്. ഇറ്റ് വാസ് ഓൺ ദ ടീച്ചേഴ്സ് ടേബിൾ ആൻഡ് വി വെയിറ്റഡ് ഫോർ ഹിം ടു ഓപ്പൺ ഇറ്റ് ആൻഡ് അഡ്മയർ അവർ സ്കിൽ. അപ്പം ഇത് എവിടെ വെച്ചിരുന്നു? ടീച്ചറിൻ്റെ ടേബിളിൽ വെച്ചിരുന്നു. ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അവരുടെ ടീച്ചർ വന്നിട്ട് ഇത് ഓപ്പൺ ചെയ്യണം. അതുപോലെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഈ സ്നേക്കിനെ കാണുമ്പോഴത്തേക്ക്, ആക്ച്വലി ഈ ടിന്നിനകത്തിരിക്കുന്ന സ്നേക്കിനെ കാണുമ്പോഴത്തേക്ക് ഈ പിള്ളേരുടെ സ്കില്ലിനെ അഡ്മയർ ചെയ്യും, ഇവരുടെ ആ ബ്രേവറിക്ക്. അതിനുവേണ്ടി ദ ടീച്ചർ പ്രിറ്റൻഡഡ് ടു ബി അൺഇൻട്രസ്റ്റ്. അപ്പോൾ ടീച്ചർ വന്നു, ടീച്ചർ ഒരു ഇൻട്രസ്റ്റ് മോഡിലല്ല, ആൻഡ് സെറ്റ് സം പ്രോബ്ലംസ് ടു വർക്ക് ഓൺ. അപ്പോൾ ടീച്ചർ കുറച്ച് സംസ് കൊടുത്തു ചെയ്യാൻ വേണ്ടി. വിത്ത് എ ഡെലിബറേറ്റ് ഷോ ഓഫ് ബീങ് ബോർഡ് ഹി ഫേസ്ഡ് ഹിസ്. അപ്പോൾ ഒരു ബോറിംഗ് ആയിട്ടുള്ള ഒരു ഫേഷ്യൽ എക്സ്പ്രഷനോട് ടീച്ചർ, ഒരു ബോറിംഗ് എക്സ്പ്രഷനിലോട് ഹി ഫെച്ച്ഡ് ഹിസ് ഫോർസെപ്സ്. ടീച്ചർ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ആ ഉപകരണം, ആ ഫോർസെപ്സ് എടുത്തു. ആൻഡ് എ ജാർ വിത്ത് എ ബാൻഡഡ് ക്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര പോയിസണസ് ആയിട്ടുള്ള ഒരു സ്നേക്കാണ്. ലൈൻ കേൾഡ് ഇൻ മഡി മെത്തിലേറ്റഡ് സ്പിരിറ്റ്. അപ്പോൾ ഓൾറെഡി ആ മെത്തിലേറ്റ് സ്പിരിറ്റിൽ കേൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റി ഇങ്ങനെ കിടക്കുവാണ് ബാൻഡഡ് ക്രേറ്റ്. ഹി ബിഗാൻ ടു ഹം ആൻഡ് അൺടൈ ദ കോഡ് അറൗണ്ട് ദ ബോക്സ്. ഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൗണ്ട് ഉണ്ടാക്കാതെ മൂളിപ്പാട്ട് പാടത്തില്ല, അതിനാണ് ഹം എന്ന് പറയുന്നത്. അപ്പം ഈ ടീച്ചർ ഇങ്ങനെ ഹം ചെയ്ത് അൺടൈ ചെയ്യുവാണ്, ത്രെഡ് ഊരി മാറ്റി. As soon as the cord was loosened, the lid flew into the air, just missing the teacher's nose. ടീച്ചർ ആ കോഡ് ഊരിയതും ലിഡ് തെറിച്ചുപോയി. There was കാലനാഗ. അപ്പോൾ കാലനാഗ വെളിയിലോട്ട് വരാൻ പോവാണ്. ഹിസ് ഐസ് ബേൺ ലൈക്ക് റെഡ് ഹോട്ട് കോൾസ്. അപ്പം നല്ല റെഡ് കോൾ എന്ന് വെച്ചാൽ കൽക്കരിയില്ലേ, കൽക്കരി നമ്മളിങ്ങനെ നല്ല ചൂടുള്ള കൽക്കരി കണ്ടിട്ടുണ്ടല്ലോ, നല്ല റെഡ് ഹോട്ട് കോൾസ് എന്ന് പറയത്തില്ല, റെഡ് ഹോട്ട്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്തിരിക്കണം ഈ കാലനാഗിൻ്റെ ഐസിന്. ഹിസ് ഐസ് ബേൺഡ് ലൈക്ക് എന്ന് വെച്ചാൽ ദേഷ്യം കൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഹിസ് ഐസ് ബേൺ ലൈക്ക് റെഡ് ഹോട്ട് കോൾസ് ആൻഡ് ഹിസ് ഹൂഡ് വാസ് ടൈറ്റ് ആൻഡ് അൺഡാമേജ്. ഹൂഡ് നമ്മൾ കണ്ടായിരുന്നു, അവൻ്റെ ബോഡി എല്ലാവരും ബ്രേക്ക് ചെയ്ത്, പക്ഷേ അവൻ്റെ ഹൂഡ് ആരും തൊട്ടിട്ടില്ലായിരുന്നു, അവൻ്റെ തല ആരും ഡാമേജ് ചെയ്തിട്ടില്ലായിരുന്നു. വിത്ത് എ ലൗഡ് ഹി അറ്റാക്ക് ദ ടീച്ചേഴ്സ് ഫേസ്. അപ്പം മൂടി തെറിച്ച് പോയി ഭയങ്കര ഒച്ചത്തിൽ ഹിസ് ചെയ്ത് സൗണ്ട് ഉണ്ടാക്കിയിട്ട് ടീച്ചറിൻ്റെ ഫേസിലോട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി സ്നേക്ക് വന്നു. ദ ടീച്ചർ പുഷ്ഡ് ഹിംസെൽഫ് ബാക്ക് ഓൺ ദ ചെയർ ആൻഡ് ഫെൽ ഓവർ. അപ്പോൾ ടീച്ചർ ഇത് കണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ തന്നെ പെട്ടെന്ന് പുഷ് ചെയ്ത് ബാക്കിലോട്ട് പോകത്തില്ല, അതേപോലെ ടീച്ചർ നിങ്ങളത് ഇമാജിൻ ചെയ്താൽ മതി. എന്നിട്ട് താഴോട്ട് വീഴുവാണ്. ഹി ലാൻഡഡ് ഓൺ ദ ഫ്ലോർ ആൻഡ് സ്റ്റേർഡ് അറ്റ് ദ കോബ്ര പാരലൈസ്ഡ് വിത്ത് ഫിയർ. അപ്പം
പാരലൈസ്ഡ് വിത്ത് ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടി കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ദ ബോയ് സ്റ്റുഡ് അപ്പ് ഓൺ ദ ഡെസ്ക് ആൻഡ് എൽഡ് ഹിസ്റ്ററിക്കലി. അപ്പോൾ പിള്ളേർ ഇത് കണ്ട പിള്ളേർ എന്ത് ചെയ്ത് പെട്ടെന്ന് എല്ലാവരുടെ ചാടി ഡെസ്കിൻ്റെ മേളിൽ നിന്നിട്ട് എൽഡ് ഹിസ്റ്ററിക്കലി എന്ന് വെച്ചാൽ ഫീവറിഷ്, ഔട്ട് ഓഫ് കൺട്രോൾ, പേടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ. കാലനാഗ് സർവൈവ്ഡ് ദ സീൻ വിത്ത് ഹിസ് ബ്ലഡ് ഷോട്ട് ഐസ്. ആ സീൻ സർവൈവ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അവരുടെ ഇടയിൽ നിന്ന് ആ സ്ഥലത്ത് നിന്ന് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു. അവൻ്റെ ബ്ലഡ് ഷോട്ട് ഐസ് ഇങ്ങനെ കാണിച്ച് ഹിസ് ചെയ്ത്. ഹിസ് ഫോഗ്ഡ് ടങ് ഡാർട്ടഡ് ഇൻ ആൻഡ് ഔട്ട് എക്സൈറ്റഡ്. അവൻ്റെ ടങ് ഡാർട്ടഡ് എന്ന് വെച്ചാൽ മൂവായി അങ്ങോട്ടും ഇങ്ങോട്ടും. ഹിസ് സ്പാറ്റ് ഫ്യൂരിയസ്ലി, തുപ്പാൻ തുടങ്ങി. ആൻഡ് ദെൻ മേഡ് എ ബിഡ് ഫോർ ഫ്രീഡം. ബിഡ് ഫോർ ഫ്രീഡം എന്ന് വെച്ചാൽ ഒരു ഫ്രീഡത്തിന് വേണ്ടി അറ്റംപ്റ്റ് ചെയ്തു എന്ന് വെച്ചാൽ അവന് രക്ഷപ്പെടാൻ വേണ്ടി, ആ സ്നേക്കിന് രക്ഷപ്പെടാൻ വേണ്ടി. ഹി ഫെൽ ഔട്ട് ഓഫ് ദ ടിൻ ഓൺ ടു ദ ഫ്ലോർ വിത്ത് എ ലൗഡ് പ്ലോപ്പ്. അപ്പോൾ താഴോട്ട് വീണു. പ്ലോപ്പ് എന്ന് വെച്ചാൽ സൗണ്ടാണ്, താഴെ വീണ സൗണ്ട് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഹിസ് ബാക്ക് വാസ് ബ്രോക്കൺ ഇൻ സെവറൽ പ്ലേസസ്, കാരണം അടി കൊണ്ട്. ആൻഡ് ഹി ഡ്രാഗ്ഡ് ഹിംസെൽഫ് പെയിൻഫുള്ളി ടു ദ ഫ്ലോർ. അപ്പോൾ ഇഴഞ്ഞ് നീങ്ങുവാണ്, വേദന കൊണ്ട് ഇഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെൻ ഹി ഗോ ടു ദ ത്രെഷ്ഹോൾഡ് എന്ന് വെച്ചാൽ വാതിൽപ്പടി, ഡോർ സ്റ്റെപ്പ്. He drew himself up once again with his hood spread out to face another danger. അപ്പം അവനിങ്ങനെ രക്ഷപ്പെടാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വാതിൽപ്പടി എത്തിയപ്പോഴത്തേക്ക് പിന്നെ അവൻ്റെ ഹൂഡ് അവൻ സ്പ്രെഡ് ചെയ്ത് ഒരു ഡേഞ്ചർ അവൻ ഫേസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി അവൻ ഹൂഡ് പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചു. ആരുടെ കയ്യിൽ നിന്നും അവൻ രക്ഷപ്പെടാൻ വേണ്ടി പോവാണ്. ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം സ്റ്റുഡ് ഗംഗാറാം വിത്ത് എ സോസർ ആൻഡ് ജഗ് ഓഫ് മിൽക്ക്. ഗംഗാറാം നിൽക്കുവാണ് അവിടെ സോസറും മിൽക്കുമായിട്ട്. ജഗ് ഓഫ് മിൽക്കുമായിട്ട് ആർക്ക് കൊടുക്കാൻ? കലാനാഗിന് കൊടുക്കാൻ വേണ്ടി. ആസ് സൂൺ ആസ് ഹി സോ കലാനാഗ് കം അപ്പ് ഹി വെന്റ് ഡൗൺ ഓൺ ഹിസ് നീസ്. അപ്പോൾ കലാനാഗിനെ കണ്ടത്, ഞാൻ ഓൾറെഡി പറഞ്ഞത് നമ്മുടെ ഗംഗാറാം കുറച്ച് സൂപ്പർസ്റ്റീഷ്യസ് ആണ്. ഇത്രയും ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഒരു പാമ്പിൻ്റെ അടുത്ത് പോയി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നീൽ ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടുകുത്തി. ഹി poured the milk into the saucer and placed it near the threshold. അപ്പം മിൽക്ക് സോസറിലോട്ട് ഒഴിച്ചിട്ട് ആ വാതിൽപ്പടിയിൽ കൊണ്ടുവച്ചു. വിത്ത് ഹാൻഡ്സ് ഫോൾഡഡ് ഇൻ പ്രെയർ ഹി ബൗഡ് ഹിസ് ഹെഡ് ടു ദ ഗ്രൗണ്ട് ബെഗിങ് ഫോർ ഫർഗിവ്നെസ്. അപ്പോൾ രണ്ട് കൈയും കൂപ്പി, പ്രെയർ ചെയ്യുമ്പോൾ നമ്മൾ കൈ കൂപ്പത്തില്ല, അതേമാതിരി കൈ കൂപ്പി ഹെഡ് ബൗ ചെയ്ത് എന്നുവെച്ചാൽ കുനിച്ച് ഫർഗിവ്നെസ് ക്ഷമിക്കാൻ വേണ്ടി ബെഗ് ചെയ്തു കാലാനാഗിനോട് നമ്മുടെ ഗംഗാറാം. ഇൻ ഡെസ്പറേറ്റ് ഫ്യൂറി ദ കോബ്ര hissed and spat and bit Gangaram all over the head. Then with great effort dragged himself into a gutter and wriggled out of view. അപ്പോൾ നമ്മുടെ കോബ്ര കലാനാഗ് എന്ത് സിറ്റുവേഷനിലിരിക്കുക, ദേഷ്യമുള്ള മോഡിലിരിക്കുക. കലാനാഗ് എന്ത് ചെയ്ത് അടുത്ത് വന്ന ഈ മനുഷ്യൻ ഇനി അറ്റാക്ക് ചെയ്യാനാണോ ഒന്നും അറിയത്തില്ല. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്ത് ഹിസ് ചെയ്ത് വിഷമെല്ലാം തുപ്പി ഗംഗാറാമിനെ എവിടെയൊക്കെ അറ്റാക്ക് ചെയ്യാവോ ഹെഡിൽ, ഓൾ ഓവർ ദി ഹെഡ് കൊത്തി. അത് കഴിഞ്ഞ് കഷ്ടപ്പെട്ട് ഡ്രാഗ് ചെയ്ത് കലാനാഗ് എങ്ങോട്ട് പോയി ആരുടെയും കണ്ണിൽ പെടാതെ വ്രിഗിൾ ചെയ്ത് അങ്ങ് പോവുകയാണ്. ഗംഗാറാം കൊളാപ്സ്ഡ് വിത്ത് ഹിസ് ഹാൻഡ്സ് കവറിങ് ഹിസ് ഫേസ്. അപ്പം നമുക്ക് ആ സിറ്റുവേഷൻ ഇമാജിൻ ചെയ്താൽ മനസ്സിലാവും. ഗംഗാറാം എന്ത് ചെയ്ത് ആ കുത്തെല്ലാം കൊണ്ട് വേദനയിൽ കൈയെല്ലാം ഫേസിൽ കവർ ചെയ്ത് അങ്ങനെ കിടക്കുവാണ്. ഹി ഗ്രോൺഡ് ഇൻ പെയിൻ, വേദന കൊണ്ട് പുളയുവാണ്. ദ പോയിസൺ ബ്ലൈൻഡഡ് ഹിം ഇൻസ്റ്റൻ്റ്ലി. ആ പോയിസൺ അത്രയും വിഷമുള്ളത് കൊണ്ട് അവൻ ഒന്നും കാണാനൊക്കാതെ മീൻസ് ബ്ലൈൻഡായി, മീൻസ് ഒന്നും കാണാനൊക്കുന്നില്ല. വിത്തിൻ എ ഫ്യൂ മിനിറ്റ്സ് ഹി ടേൺഡ് പെയിൽ ആൻഡ് ബ്ലൂ. വിഷം കയറി പെയിലും ബ്ലൂ ആ ഒരു കളറായി അവൻ്റെ ബോഡിയെല്ലാം. ആൻഡ് ഫോം അപ്പേർഡ് ഇൻ ഹിസ് മൗത്ത്, അവൻ്റെ വായിൽ ഫോം നൊര വന്നു. ഓൺ ഹിസ് ഫോർഹെഡ് വർ ലിറ്റിൽ ഡ്രോപ്പ് ഓഫ് ബ്ലഡ്. അപ്പോൾ ഫോർഹെഡിൽ ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ഉണ്ട്. ദീസ് ദ ടീച്ചർ വൈപ്ഡ് വിത്ത് ഹിസ് ഹാൻഡ് കർച്ചീഫ്. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്ത് ടീച്ചറിൻ്റെ ഹാൻഡ് കർച്ചീഫ് വെച്ച് അത് തുടച്ചു കൊടുത്തു. അണ്ടർനീത്ത് താഴെ വാസ് എ വി മാർക്ക്, ഒരു വി മാർക്ക് ഇടുമെന്ന് അറിയാമായിരുന്നല്ലോ. അണ്ടർനീത്ത് വാസ് എ വി മാർക്ക് വേർ ദ കലാനാഗ് ഹാഡ് ഡഗ് ഹിസ് ടീത്ത്. ഇതാണ് നമ്മുടെ കുശ്വന്ത് സിംഗ് എഴുതിയ ദ മാർക്ക് ഓഫ് വിഷ്ണു എന്ന ഷോർട്ട് സ്റ്റോറി. അപ്പോൾ ഈ ഷോർട്ട് സ്റ്റോറിയുടെ മെയിൻ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ധവിശ്വാസവും ആധുനികതയും തമ്മിലുള്ള സംഘർഷം, അതായത് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സൂപ്പർസ്റ്റിഷൻ ആൻഡ് മോഡേണിറ്റി. അതുപോലെ അന്ധവിശ്വാസത്തിൻ്റെ അപകടങ്ങളെയും അതുപോലെ പരമ്പരാഗത വിശ്വാസങ്ങളും യുക്തിസഹമായ ചിന്തയും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെയും ഇത് ചിത്രീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എടുത്തു കാണിക്കുന്നുണ്ട്. അതായത് സ്പെസിഫിക്കലി ഹൈലൈറ്റിംഗ് ദ ഡേഞ്ചേഴ്സ് ഓഫ് ബ്ലൈൻഡ് ഫെയ്ത്ത്, അതായത് അന്ധവിശ്വാസത്തിൻ്റെ അപകടങ്ങൾ. അതുപോലെ ക്ലാഷ് ബിറ്റ്വീൻ ട്രഡീഷണൽ ബിലീഫ്സ്, അതായത് പരമ്പരാഗത വിശ്വാസങ്ങളും റാഷണൽ തിങ്കിങ് തമ്മിലുള്ള ക്ലാഷ്. I hope you're clear with this explanation, and if you feel this class useful, please share with your friends. Thank you. Have a nice day.